കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പറവൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥിയുമായ ശ്രീ VD സതീശനാണ് എൻ്റെ ഒപ്പം. നമുക്ക് സാറിനോട് പോകാം. സാർ, പുനർജനി പദ്ധതിക്കെതിരെ LDF നടത്തുന്ന ആരോപണത്തെ എങ്ങനെ പ്രതികരിക്കുന്നു? അവരത് കേരളത്തിൽ ഒരു MLAയും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അവരാദ്യം എല്ലായിടത്തേക്കും പരാതികൾ അയച്ചു. ആദ്യം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ കൊടുത്തു, അവർ തള്ളി. പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ കൊടുത്തു, അവർ തള്ളി, എനിക്കൊരു നോട്ടീസ് പോലും അയക്കാതെ. അതിനുശേഷം ഒരു വിജിലൻസ് അന്വേഷണം നടത്തി. നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു വിജിലൻസ് അന്വേഷണം നടത്താൻ പറഞ്ഞു. അപ്പോൾ കൃത്യമായിട്ട് വിവരം കിട്ടുമെന്ന്. വിജിലൻസ് അന്വേഷിച്ച് ഇതിലൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്നൊരു റിപ്പോർട്ട് കൊടുത്തു ആദ്യത്തെ. രണ്ടാമത് ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും ഒരു വിജിലൻസ് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലും ഒരു അഴിമതിയില്ല, ഒരു തെറ്റുമില്ല, ഒരു നിയമലംഘനവും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ 2 കോടതിയിലെ കേസ്, 2 വിജിലൻസ് അന്വേഷണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു CBI കൊടുക്കുമെന്ന്. നമ്മൾ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ കാര്യം മനസ്സിലായല്ല. എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കെതിരെ കേസെടുക്കാതിരിക്കുമോ? എന്തെങ്കിലും ചെറിയ കാര്യമുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് കഴിഞ്ഞ 6 മാസമായിട്ട് എന്നെ വേട്ടയാടുവാണ്, എൻ്റെ പുറകെ നടന്നതിനെ ഉപദ്രവിക്കുക. എനിക്കെതിരെ ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ അവർ കേസെടുക്കാതിരിക്കുക. ഒന്നുമില്ല, എടുക്കണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ പറഞ്ഞു. കോടതി ഉണ്ടല്ലോ, ഒന്നും എടുത്തില്ല, ഒരു കേസ് കൊടുത്തില്ല, ഒന്നും എടുത്തില്ല. CBIക്ക് വിട്ടോളാൻ പറഞ്ഞു. CBIക്ക് എനിക്ക് പനിയൊന്നും വന്നില്ല, ആംബുലൻസ് ഒന്നും വിളിച്ചില്ല, CBIക്ക് വിടുമെന്ന് പറഞ്ഞു. CBI അന്വേഷിച്ചോളാൻ പറഞ്ഞു, വിജിലൻസും അന്വേഷിച്ചോളാൻ പറഞ്ഞു. എല്ലാം അന്വേഷിച്ച് നല്ല അഭിപ്രായമാണ് ഈ പദ്ധതിയെക്കുറിച്ച് കൊടുത്തത്. പറവൂരിൻ്റെ അടിസ്ഥാന വികസനത്തിനായി ഇത്തവണ എന്തെല്ലാം പദ്ധതികളാണ് സാറിൻ്റെ മുന്നിൽ? ഞാനങ്ങനെ സാധാരണ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാറില്ല. പറവൂരിന് ഓരോ സമയത്തും ആവശ്യമുള്ള നിരവധി പദ്ധതികൾ നമ്മൾ കൊണ്ടുവരും. ഇവിടെ കുടിവെള്ളം ഇല്ലായിരുന്നു, കുടിവെള്ളക്ഷാമം പരിഹരിച്ചു. 2.5 ലക്ഷം പേർക്ക് കുടിവെള്ളം കൊടുത്തു. ഇവിടെ റോഡുകൾ ഏറ്റവും മോശമായ റോഡുകളായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല റോഡുകൾ ഇതാണ്. ആദ്യമായി കേരളത്തിലെ ഒരു നിയോജകമണ്ഡലത്തിലെ എല്ലാ PWD റോഡുകളും BMBC നിലവാരത്തിൽ ടാറിങ് പൂർത്തിയാക്കിയ ആദ്യത്തെ നിയോജകമണ്ഡലം ഇവിടെ. താലൂക്ക് ആശുപത്രി, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ആശുപത്രിയുടെ പടം കാണിച്ച ഇവിടെയാണ്. എൻ്റെ താലൂക്ക് ആശുപത്രിക്ക് 70,000 ചതുരശ്ര അടി കെട്ടിടം 52,000 പൂർത്തിയായി. 18,000-ന് 10 കോടി എടുത്തുകൊണ്ട് അതിന് പണിയും കൂടെ നടന്നുകൊണ്ടിരിക്കുക. അതുകൂടി പൂർത്തിയായ 70,000 ചതുരശ്ര അടിയാണ്. കേരളത്തിൽ വേറൊരു ആശുപത്രി ഉണ്ടാവില്ല. ഞാൻ വരുമ്പോൾ 300 പേഷ്യൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2,000 പേഷ്യൻസാണ് ഡെയിലി വന്നത്. ഇപ്പോൾ 21 ഡോക്ടർമാരുള്ളത്, ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട്. എൻ്റെ താലൂക്ക് ആയുർവേദ ആശുപത്രി കേരളത്തിലെ നമ്പർ 1 താലൂക്ക് ആയുർവേദ ആശുപത്രിയാണ്. എൻ്റെ സ്കൂളുകളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. കെട്ടിടങ്ങളുണ്ട്, പാചകപ്പുരയുണ്ട്, ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, എല്ലാ സംവിധാനവും ഉണ്ട്. ആദ്യമായിട്ട് വിദ്യാഭ്യാസ പദ്ധതി തുടങ്ങിയ MLA ആണാണ്. ഇവിടെ ഇഷ്ടംപോലെ ടൂറിസം പ്രോജക്റ്റുകളുണ്ട്. ഈ ഗവൺമെൻറ് വന്നാൽ പിന്നെ കുറേ കാര്യങ്ങൾ പോയി. പിന്നെ എറണാകുളത്തേക്ക് ഇവിടെ നിന്ന് 20 മിനിറ്റ് കൊണ്ട് എത്താവുന്ന പാലം പണി പൂർത്തിയാക്കി. ഇപ്പോൾ പറവൂരിൽ നിന്ന് 20 മിനിറ്റ് കൊണ്ട് എറണാകുളത്ത് എത്തും. 1/2 ഡസനിലേറെ പാലങ്ങളാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പുതിയതായിട്ട് വരുന്നത്. ഇനിയൊന്നുമില്ല, പാലമൊന്നും ഇല്ല ശരിക്കും. ബാക്കി ഇനി ചെയ്യാൻ വേണ്ടി അത്രമാത്രം പൂർത്തിയാക്കി. അത്ര വലിയ വികസന പ്രവർത്തനം. ഞങ്ങളുടെ പറവൂരിനൊരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ? ഞാൻ കേട്ടില്ല.